നരിയുടെ ക്രൂരതകൾ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്ന വിഷയം. ഒരു കാട് നല്ല പച്ചപ്പുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. അവിടെയുള്ള എല്ലാ മൃഗങ്ങളും ചേർന്ന് അവര് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. കാട്ടിന്റെ രാജാവായിരുന്ന സിംഗ് ഷേർ ഭയങ്കര നല്ലവനായിരുന്നു. കാട്ടിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും അവർക്ക് നല്ല മര്യാദ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ പഴയ സ്നേഹിതൻ ഷങ്കി നരി വേറെ കാട്ടിന്ന് ഈ കാട്ടിൽ കുറച്ചു ദിവസം ഇരിക്കാമെന്ന് വരും. ഷങ്കി ബേഡിയുടെ പിന്നാലെ എപ്പോഴും 2 കരടികൾ എപ്പോഴും ഭയങ്കര ജോറായി നടന്നു വരും. അവന്റെ പ്രിയ സ്നേഹിതനെ കണ്ടുടനെ സിംഗ് ഷേർ ഒരുപാട് സന്തോഷിക്കും. ആ സന്തോഷത്തിൽ അവൻ എല്ലാവർക്കും പാർട്ടി കൊടുക്കും. പാർട്ടിക്ക് ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെ അവര് വിളിക്കും. എല്ലാ മൃഗങ്ങളെയും കണ്ട് ഷെങ്കി നരിയുടെ വായിന് വെള്ളം വരാൻ തുടങ്ങും. അവനൊരു മോശമായ നരിയാണ്. സിംഗ് ഷേറിനെ കാണുമ്പോൾ അവൻ എപ്പോഴും വൈറ്റെരിച്ചിലാണ്. പാർട്ടി കഴിഞ്ഞതിനു ശേഷം സിംഗ് ഷേർ അവന്റെ സുഹൃത്തായ ഷെങ്കി നരിയുടെ അടുത്ത് പറയും, കേൾക്കൂ സഹോദര, കുറെ കാലത്തിന് ശേഷം എന്നെ കുറിച്ച് എങ്ങനെ ഓർമ്മ വന്നു? ഈ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ പാർട്ടി എപ്പോഴത്തെ പോലെ വളരെ നന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടി നമ്മൾ ഇങ്ങനെയല്ലേ പാർട്ടി നടത്തിയിരുന്നത്? അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോലും അറിയാതെ ഞാൻ വേട്ടയാടിയത് മോഷ്ടിച്ച് കഴിക്കാറില്ലേ? അത് കണ്ട് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അതൊക്കെ ചെറുപ്പത്തിലുള്ള കാര്യല്ലേ. ഇപ്പൊ നീ കാട്ടിലെ രാജാവല്ലേ? എന്തൊക്കെ ആയാലും ഞാൻ നിന്റെ ആ പഴയ കളിക്കൂട്ടുകാരനല്ലേ? പറയൂ, എന്താ വന്നതിന്റെ കാരണം? ഏയ് ഒന്നുമില്ല, നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. കുറച്ചു ദിവസത്തേക്ക് നിന്റെ കാടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് നിന്റെ കാട് തന്നെയല്ലേ? നിനക്ക് എത്ര നാള് വേണമെങ്കിലും ഇവിടെ താമസിക്കാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാ ഓർമ്മയിൽ വെച്ചോ, നിന്റെ കൂട്ടുകാരൻ ഈ കാടിന്റെ രാജാവാ. അങ്ങനെ പറഞ്ഞു സിംഗ് ഷേർ അവിടെ നിന്ന് പോകും. ഷെങ്കി നരി ഒരുപാട് സന്തോഷമായി സിംഗ് ഷേർ പോണത് നോക്കിക്കൊണ്ടിരിക്കും. ഷെങ്കിയുടെ അടുത്തുള്ളവൻ പറയും, ഈ കാടിന്റെ രാജാവ് വളരെ വളരെ നല്ലവനാണ്. ഷെങ്കിയുടെ അടുത്തിരിക്കണവന്റെ വാക്ക് കേട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, നല്ലവനല്ല, നല്ല 1-ാം നമ്പർ വിഡ്ഢി. ഈ വിഡ്ഢിയുടെ ഒരു ഭാഗ്യം നോക്കണേ, ഇവൻ ഒരു സിംഹമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ രാജാവായത്. അതേ കാട്ടിൽ യാനാദാദയുടെ ഒരു ടീ കട ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് മൃഗങ്ങൾ ചായ കുടിക്കാനായി വന്നിട്ട് പോകുമായിരുന്നു. വൈകുന്നേരം എല്ലാ മൃഗങ്ങളും അവിടെ വന്ന് എല്ലാം വൃത്തിയാക്കിയിട്ട് പോകുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം യാനാദാദയുടെ കടയില് എല്ലാ മൃഗങ്ങളും ചിരിച്ചോണ്ടിരുന്നു. പെട്ടെന്ന് ഷെങ്കി നരി അവന്റെ മൃഗങ്ങളെയും കൂട്ടി അവിടെ വരും. അപ്പോൾ ഭയങ്കര അഹങ്കാരത്തിൽ ഹാത്തിദാദയോട് പറയും, കേള്, എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒരു സ്പെഷ്യൽ ടീ ഉണ്ടാക്ക്. ഷെങ്കി നരി പറഞ്ഞത് കേട്ടിട്ട് യാനാദാദയ്ക്ക് നല്ല ദേഷ്യം വരും. പക്ഷേ സംസാരിച്ചോണ്ടിരിക്കെ ആ കാട്ടിന്റെ രാജാവിന്റെ സ്നേഹിതനായി പോയി. അതുകൊണ്ട് യാന ഒന്നും പറയാതെ തന്നെ അവർ ചോദിച്ച പോലെ സ്പെഷ്യൽ ടീ ഉണ്ടാക്കി കൊടുത്തു. ചായ കുടിച്ചിട്ട് അവര് 3 പേരും അവിടെ നിന്ന് പോകും. അവരെ നോക്കി യേന പറയുന്നു, ചായയുടെ കാശ് ഒന്നുമില്ലല്ലോ. അത് കേട്ട ഉടനെ ഷെങ്കി നരിക്ക് വളരെ ദേഷ്യം വന്നു. എന്നിട്ട് അവന്റെ കൂടെയുള്ള മൃഗങ്ങൾക്ക് അവ ഓർഡർ ചെയ്യും. അവന്റെ ആടുകൾ യാനയുടെ കടയെ നാശപ്പെടുത്തും. അപ്പോ ഷെങ്കി നരി ആനയോട് ചിരിച്ചോണ്ട് പറയും, ഓർമ്മയിൽ വെച്ചോ, ഈ കാടിന്റെ രാജാവ് ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാ. എന്നെ കുറിച്ചെങ്ങാനും കംപ്ലൈന്റ് ചെയ്യാൻ പോവാണെങ്കിൽ അത് നിന്റെ തന്നെ വിനയായി തീരും. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര അഹങ്കാരത്തിൽ അവിടെ നിന്ന് പോവും. ആനയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷെങ്കി നരിയുടെ ക്രൂരതകൾ കാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. അവന്റെ ക്രൂരത കാരണം കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു. കാട്ടിലെ മൃഗങ്ങൾ സിംഗ് ഷേറിന്റെ അടുത്ത് ഇത് പറയാൻ പോകുമ്പോൾ അദ്ദേഹം ഇവരെ തന്നെ വഴക്ക് പറഞ്ഞ് അവര് കാട്ടിലേക്ക് വന്ന വിരുന്നുകാരനാണ്, കുറച്ചു ദിവസം ഇരുന്ന് താനെ പോകും. ഒരു ദിവസം ഡാൻജോമാന് അവന്റെ ചേട്ടനായ ഡാനിക്കൊപ്പം ചികിത്സയ്ക്കായി കാട്ടിന്റെ രാജാവിന്റെ അടുത്ത് ചെല്ലും. ഡാൻജോമാന് കുറച്ചു നാളായി സുഖമില്ല. പെട്ടെന്ന് ഷെങ്കി നരി അവന്റെ ആടുകൾക്കൊപ്പം അവിടെ എത്തും. ഡാൻജോമാനെ കണ്ടതും അവന് വായിന്ന് വെള്ളം വരാൻ തുടങ്ങും. ഉടനെ ഡാൻജോമാനെ കൊന്ന് അവനെ കഴിക്കാൻ തുടങ്ങി.
അവന്റെ വയറ് നിറഞ്ഞതിനു ശേഷം അവന്റെ ആടുകൾക്ക് അത് തിന്നാനായി കൊടുക്കും. ഡാനിക്ക് അത് കണ്ടതും ഭയങ്കര ദേഷ്യം വരും. അപ്പോ അവൻ ദേഷ്യത്തിൽ പറയും, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. എന്റെ കൂട്ടുകാരന് കുറച്ചു ദിവസമായിട്ട് ശരീരസുഖമില്ല. നിങ്ങൾ അവനെ കൊന്നല്ലേ. ഇത് ഞാൻ സിംഹരാജാവിനോട് എന്തായാലും പോയി പറയും. ഇതിനെ എല്ലാം കേട്ട നരി ഒരുമാതിരി പറയും, ചെല്ല്, നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീ ചെയ്യ്. ഈ കാടിന്റെ രാജാവിന്റെ സുഹൃത്താണ്. നീ പരാതി കൊടുക്കാൻ പോയാ അടുത്തതായിട്ട് നിന്നെയായിരിക്കും വേട്ടയാടുന്നത്. പക്ഷെ ഡാനി അവൻ പറഞ്ഞത് കേട്ടിട്ട് പേടിച്ചില്ല. ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് ഓടി അവന്റെ രാജാവിന്റെ അടുത്ത് ചെല്ലും. നടന്ന എല്ലാ വിഷയത്തിനെയും പറയും. ഡാനി പറഞ്ഞത് കേട്ടതും രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. ഉടനെ തന്നെ അദ്ദേഹം ഷെങ്കിനരിയോട് വരാൻ പറയും. അവനോട് പറയും, ഇവൻ പറഞ്ഞത് സത്യമാണോ? ഇവന്റെ കൂട്ടുകാരനെ നീ കൊന്നു ഭക്ഷിച്ചോ? അയ്യോ കൂട്ടുകാരാ, ഇവന്റെ സഹോദരന് ശരീരസുഖമില്ല. 2 ദിവസം കഴിഞ്ഞാൽ അവൻ എന്തായാലും മരിക്കും. ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേട്ടയാടി ഞങ്ങൾ ഭക്ഷിച്ചത്. വെറുതെ മരിച്ചാൽ അവന്റെ മാംസം പാഴായി പോവില്ലേ? നീ എന്റെ കൂട്ടുകാരനല്ലേ? നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ 2 പേരും ഒരുമിച്ച് വേട്ടയാടിയത്? സിംഗ്ഷേർ നോക്കുമ്പോ ഡാനിയുടെ കണ്ണിൽ വെള്ളം വരികയായിരുന്നു. സിംഗ്ഷേർ ഷെങ്കിനരിയോട് പറയും, കുഴപ്പമില്ല കൂട്ടുകാരാ. പിന്നെ നീ ഇങ്ങോട്ട് വന്നിട്ട് 2 മാസമായില്ലേ? ഇനി നീ എന്തായാലും നിന്റെ കാട്ടിലേക്ക് തിരിച്ചു പൊക്കോ. നിന്റെ കുടുംബാംഗങ്ങൾ നീ വരുന്നത് നോക്കി ഇരിപ്പുണ്ടാവും. ഞാൻ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് പോവാ. ഞാൻ പോകുന്നതിന് മുമ്പേ നീ ഇവിടെ നിന്ന് പോയാൽ നന്നായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് രാജാവ് അവിടുന്ന് പോകും. ഷെങ്കിനരിയുടെ ആൾക്കാർ അവനോട് പറയും, നിങ്ങൾ പറഞ്ഞില്ലേ ഇയാൾ ബാല്യകാല സുഹൃത്താണെന്ന്. പക്ഷേ ഒരു ചെറിയ മാനിന് വേണ്ടി നിങ്ങളോട് ഈ കാട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞില്ലേ? ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? അവൻ പറഞ്ഞത് കേട്ട ഉടനെ നരിക്ക് ഭയങ്കര ദേഷ്യം വരും. പല്ല് കടിച്ചിട്ട് ഇങ്ങനെ പറയും, നീ മിണ്ടാതിരുന്നോണം. നിനക്കറിയില്ല ഞാനിവിടെ എന്തിനു വേണ്ടിയാ വന്നതെന്ന്. ഞാൻ എന്തിനു വന്നോ ആ കാര്യം ചെയ്തു തീർക്കാതെ ഒരിക്കലും തിരിച്ചു പോവില്ല. എന്ത് കാര്യം? ഈ സിംഹരാജാവിനെ കൊന്ന് ഞാൻ ഈ കാടിന്റെ രാജാവാകാൻ പോവുകയാണ്. അതിനുശേഷം എന്റെ ഇഷ്ടം പോലെ ഈ കാട് ഞാൻ ഭരിക്കും. ആർക്കും എന്നെ ചോദ്യം ചെയ്യാനാകില്ല. നിങ്ങളെ കൊണ്ട് പോരടിക്കാൻ പറ്റുമോ? ഒന്നോർത്താൽ നല്ലത്. അത് സിംഹമാണ്. സിംഹമാണെന്ന് വെച്ചാൽ പോലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. രാത്രി സിംഹരാജൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് അവനെ ആക്രമിക്കണം. അവൻ ഒറ്റയ്ക്ക് നമ്മളെ എതിർക്കാൻ കഴിയില്ല. നാളെ ഈ കാട് നമ്മുടേതാണ്. ഒരു പുതിയ രാജാവ് ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ് ഷെങ്കിനരി ചിരിക്കാൻ തുടങ്ങും. പക്ഷെ അവൻ അറിയത്തില്ല ഡാനി നരിയും അവിടെ ദൂരത്തിൽ നിന്ന് ഇത് കേട്ടോണ്ടിരിക്കുകയാണെന്ന്. അവൻ പെട്ടെന്ന് പോയി നടന്ന എല്ലാ വിഷയവും രാജാവിന്റെ അടുത്ത് പറയും. സിംഗ്ഷേർ ആലോചിച്ചു പറയും, ഈ കാര്യം എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. എന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവൻ ഇത്രത്തോളം ചിന്തിക്കുന്നതെന്ന്. നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് സിംഗ്ഷേർ അവിടുന്ന് പോകും. അവര് ഉറങ്ങണ പോലെ കാണിക്കും. രാത്രിയായതും ഷെങ്കിനരി അവന്റെ ആടുകളെ കൂട്ടിയിട്ട് രാജാവിന്റെ ഗുഹയ്ക്ക് വരും. ഷേർ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ട് ചിരിച്ചുകൊണ്ട് നരി അവന്റെ ആടുകളോട് പറയും, അവൻ ഉറങ്ങുകയാണ്. ചെന്ന് അവനെ ആക്രമിക്കുക. അവൻ അങ്ങനെ പറഞ്ഞുടനെ സിംഗ്ഷേർ എണീച്ച് അവിടെ ഇരിക്കും. എന്നിട്ട് ദേഷ്യത്തെ നോക്കിട്ട് പറയും, നീ ഇത്രത്തോളം ചിന്തിക്കുന്നുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്റെ കണ്ണിനെ എനിക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ മരണം നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ കാടിന്റെ രാജാവ് ഞാൻ തന്നെയാവും. ഷെങ്കിനരി പറഞ്ഞുടനെ അവന്റെ ആടുകൾ അവർ സിംഗ്ഷേറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകും. പക്ഷെ സിംഗ്ഷേർ ഭയങ്കര ശക്തിശാലിയാണ്. നോക്കിയിരിക്കെ തന്നെ അവന്റെ ആടുകളെ എല്ലാം ഇടിച്ചു മലത്തി വീഴ്ത്തും. അവന്റെ എല്ലാ ആടുകളും മരിക്കണ കണ്ട് ഷെങ്കിനരി പേടിച്ചിട്ട് കൈതൊഴുതു പറയും, എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇല്ല, ഇന്ന് ഞാൻ നിന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ അതെന്റെ ജീവിതത്തിലെ വലിയൊരു തെറ്റായിരിക്കും. നീ എന്റെ കൂട്ടുകാരനെയല്ല. അങ്ങനെ പറഞ്ഞിട്ട് കാട്ടിലെ രാജാവ് നരിയെ കൊല്ലും. ഷെങ്കിനരിയെ കൊന്നു എന്ന് പറഞ്ഞ് കാട്ടിലെ ഈ വിഷയം തീ പോലെ പടർന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഇനി തൊട്ട് സന്തോഷമായിരിക്കാമെന്ന് സമാധാനത്തിലിരിക്കും.